നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഗീതു മോഹൻദാസ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ 20K സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ അതിലേക്കും നിങ്ങളെല്ലാവരും കൂടി എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഗീതു മോഹൻദാസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സമയത്ത് നമ്മളെല്ലാവരുടെ ക്യാരക്ടറിലൂടെ അതിശയിപ്പിച്ച് നടിയാണ്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മുടെ KGF നായകനും സൂപ്പർ സ്റ്റാറും ഒക്കെ യാഷിമൊത്ത് ഒരു സിനിമ വരെ എടുക്കാൻ പോവുകയാണ് അവർ. എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ അവരിപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു സമയത്ത് നമ്മളെല്ലാം ഓർക്കേണ്ടതും ആലോചിക്കേണ്ടതുമെല്ലാം ആ ഒരു നടിയാണ്. അതായത് ആക്രമിക്കപ്പെട്ട ആ ഒരു നടി ആ ഒരു സ്റ്റേബിളായിട്ട് നിന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ മറ്റൊന്നും തന്നെ ഉണ്ടാകില്ല എന്ന് ഗീതു മോഹൻദാസ് പറയുന്നുണ്ട്. അന്ന് അവർ ആ ഒരു പരാതി കൊടുത്തുകൊണ്ടാണ് ആ ഒരു നടൻ അറസ്റ്റിലാകുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലുള്ളൊരു സംഭവങ്ങൾ വരുന്നതും കൂടുതൽ നടിമാർക്കും ജൂനിയർ ആർട്ടിസ്റ്റിനും എല്ലാം നീതി കിട്ടാൻ പോകുന്നതും എന്നാണ് അവർ പറയുന്നത്. സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റാണ്. അദ്ദേഹം ആകെ പെട്ടു എന്ന് തന്നെ പറയാം. കാരണം നമുക്കറിയാം സിദ്ദിഖ് രാജിവെച്ചു. സാധാരണയായിട്ട് ഈ ഒരു ജനറൽ സെക്രട്ടറിയാണ് ഈ ഒരു മാധ്യമങ്ങളെ കാണുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ സിദ്ദിഖ് രാജിവെച്ചതോടെ മോഹൻലാലിന് രംഗത്തിറങ്ങേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം ആകെപ്പെട്ട അവസ്ഥയിലാണ്. സോ എന്തായിരിക്കും മോഹൻലാൽ വന്ന് പറയാൻ പോകുന്നത്, അത് കഴിഞ്ഞുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളാണ് എന്താണ്, ഇതെല്ലാം നമുക്ക് കണ്ടു തന്നെ അറിയണം. സോ ഇതിൻ്റെ എപ്പോഴാണ് വരുന്നത്, എങ്ങനെയാണുള്ള ടൈമിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. സോ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം.